മനുഷ്യരെ പറ്റി പഠിച്ചപ്പോൾ 3,00,000 വർഷമായിട്ടുള്ളൂ. വാൽമീകിയുടെ കവിതയൊക്കെ വായിച്ച നമ്മൾ വിചാരിക്കും സത്യമാണെന്ന് തോന്നും. അരിത് കാട്ടാന്ന് പറഞ്ഞാൽ എടാ അപ്പുപ്പ എന്നാ വിളിച്ചത്. ഈട്ടിത്തടിയും മറ്റേ തടിയും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇതൊരു ചെടിയുടെ ഇല എടുത്തിട്ട് മണത്തിട്ട് ഇത് ഏത് ചെടിയുടെ മണമാണ്? ഒറ്റ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എണ്ണവും 0 എന്ന് ഞാൻ പറയാവുന്ന ബുദ്ധി ഐക്യമുള്ള പാർട്ടികളാണെന്ന് ഞാൻ തെളിയിച്ചത്. അംബേദ്കർ ഒരുപാട് ജാതി വിവേചനങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഭരണഘടന ശില്പിയായതുകൊണ്ടാണ് ഈ ജാതി എന്ന ജാതി സംവരണം ഭരണഘടനയിൽ ഉണ്ടാവുന്നത്. അദ്ദേഹം ഭരണഘടനാ ശില്പിയായതുകൊണ്ടാണോ ഇന്ത്യൻ ഭരണഘടനയിൽ ജാതി സംവരണം എന്നുള്ള കാരണങ്ങളുണ്ടോ? ഞാനാണെങ്കിൽ ഇവിടെ ആർട്ടിക്ക് കിടക്കുക, അപ്പോഴാണ് ഭരണഘടനാ ശില്പി. ഇതൊക്കെ എന്തൊരു ചോദ്യമാണ്. വന്നെന്നോ ഇവിടെ വന്ന് ഇവിടെ ഇപ്പൊ അടി തുടങ്ങാവുന്ന സ്ഥലത്തെത്തിച്ചു. നമ്മൾ ഇത്രയും വൈവിധ്യമാർന്ന മനുഷ്യരുണ്ടായിരുന്നു എന്നും ആ വൈവിധ്യമാർന്ന മനുഷ്യര് പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന, ഇനി നമ്മൾ ഈ ഇന്ത്യക്കാരെ പറ്റി കുറച്ചെങ്കിലും ഒന്ന് പറയേണ്ടതുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന, നമ്മൾ ഇന്ന് പറയുന്ന സബ് കോണ്ടിനെന്റ് നമ്മൾ പറയത്തില്ലേ, അത് ഈ ഏഷ്യയിൽ ഇല്ലാത്തതല്ല. അത് ആഫ്രിക്കയുടെ അടുത്ത് കിടന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു 5 കോടി വർഷം മുമ്പ്, 5 അല്ല, ഒരു 8 കോടി വർഷം മുമ്പ് അവിടുന്ന് ടാറ്റായും പറഞ്ഞ അവിടെ ഉള്ളവരുടെ, മനുഷ്യരൊന്നും ഇല്ലെന്നേ, കോടിയാണ്. നമ്മൾ 3,00,000 വർഷമായിട്ടുള്ളെന്ന് പറഞ്ഞു വരും. അല്ലെങ്കിൽ അവിടെ കയറി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ വിചാരിച്ചു കളയും. കോടി വർഷത്തിനകത്തൊന്നും നമ്മളാരും ഇല്ല. അപ്പോ അതിങ്ങനെ അവിടെ നിന്ന് നീങ്ങി വന്ന് ഒരു 4.5 കോടി വർഷം മുമ്പാണ് ഈ ഏഷ്യ എന്ന് പറയുന്ന അവിടെ ഇങ്ങനെ ചാരി താടിക്കും കൈയും കൊടുത്ത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുമായിരുന്നു. യൂറോപ്പ് ഏഷ്യ എന്ന് പറഞ്ഞ 2 കോണ്ടിനെന്റ് ഇല്ല. ആദ്യം ഈ സായിപ്പന്മാരെന്ന് പറഞ്ഞ കള്ളന്മാര് പറഞ്ഞതാണ്. ഒറ്റ സ്ഥലമാണ്, ഒറ്റ കോണ്ടിനെന്റ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ യൂറോപ്പും ഏഷ്യയില്ല. അത് കള്ളന്മാരുണ്ടാക്കിയ കള്ളപ്പിരിവ, യഥാർത്ഥത്തിലില്ല. അതിങ്ങനെ ചാഞ്ഞ് കിടക്കുകയായിരുന്നു കിഴക്ക് ഈ വടക്ക് പടിഞ്ഞാറായിട്ട്. അതിന്റെ പള്ളയ്ക്ക് ഒരൊറ്റ ഇടി വെച്ചു. ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഇടിച്ച് മൂക്കുകൊണ്ട് കുത്തി അങ്ങ് പൊക്കി. ആ പൊക്കിയതാണ് ഹിമാലയമായത്. അപ്പോഴാണ് ടിബറ്റ് എന്ന് പറയുന്ന ഇത്രയും പൊക്കമുള്ള സ്ഥലമൊക്കെ ഉണ്ടായത്. ഇവന്റെ ഇടിച്ച് പൊക്കിയതാ. ഇപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആരെങ്കിലും ഇടിച്ച് നിർത്തിക്കളഞ്ഞിട്ടുണ്ടെന്ന് അല്ല. ഹിമാലയം എല്ലാ വർഷവും 1.5 ഇഞ്ച് തൊട്ട് 2 ഇഞ്ച് വളരും. പക്ഷെ ഒരു ഭാഗ്യമുണ്ട്, ഈ മഴയും മഞ്ഞും കാറ്റും പിടിച്ചിട്ട് ഇതെല്ലാം പൊടിഞ്ഞ് താഴോട്ട് വീഴും. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വേഗത്തിൽ അത് വളരാത്തത്. അതുകൊണ്ട് ഈ മേപ്പോട്ട് പൊങ്ങുന്നത് പോലെ കുറച്ച് ഇടിഞ്ഞു പോകും. മഞ്ഞ് വീഴും, മഴ പെയ്യും, കാറ്റടിക്കും. ഈ 3 എണ്ണം കൂടെ ചെയ്ത് പ്രവർത്തിച്ചിട്ടാണ് ഹിമാലയ. ഏത് മല പൊങ്ങിയാലും ഈ 3 എണ്ണം ഉടനെ പ്രാണികളും നിരത്തി തരും എന്നുള്ള വാശിയാണ്. പക്ഷെ വലിപ്പം ഉള്ളത് കാരണം കൊണ്ട് കോടിക്കണക്കിന് വർഷം അങ്ങനെ പൊങ്ങിയ ഹിമാലയമാണ്. ഇതൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ മനുഷ്യർ വരിക എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മനുഷ്യരെ പറ്റി പഠിച്ചപ്പോൾ 3,00,000 വർഷമായിട്ടുള്ളൂ. അപ്പൊ 3,00,000 വർഷം മുമ്പല്ല ആഫ്രിക്കയിൽ ഇവര് മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2,00,000 വർഷം അവിടെ വട്ടം ചുറ്റി നടന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേര് ഇറങ്ങി പുറത്തോട്ടൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യർ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് വിളിക്കും. സാപ്പിയൻ എന്ന് 2 തവണ പറയണം, എന്നാലേ നമ്മളാകത്തുള്ളൂ. പക്ഷെ ഹോമോസാപ്പിയൻ വേറെ, നമ്മുടെ അമ്മാവന്മാരും അനന്തരവന്മാരും ഒക്കെ കുറച്ച് പേര്, കസിൻസ്, അമ്മാവന്മാരും അനന്തരവന്മാരല്ല, കസിൻസ്, അവന്മാരുണ്ട്. അവരുടെ പേരൊക്കെയാണ് ഹോമോസാപ്പിയൻ നിയാൻഡർത്താൽ
ഹോമോസാപ്പിയൻ ഡെനിസോവൻ എന്നൊക്കെ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഫിലിപ്പൈൻസ്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ ഇനി ആ ബുദ്ധിജീവികളോടൊക്കെ ചോദിച്ച് പഠിക്കണേ. അപ്പൊ ഇതുപോലുള്ള ആളുകളും കൂടെ ഒക്കെ അന്നുണ്ടായിരുന്നു. അവര് നേരത്തെ നമ്മളെക്കാളും കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയ പാർട്ടികൾ. അവരിവിടൊക്കെ ഈ നമ്മൾ പറയുന്ന ഇന്ന് നമ്മൾ ഫ്രാൻസ് എന്ന് വിളിക്കുന്നിടത്തൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് പേര് റഷ്യയിലൊക്കെ നടക്കുന്നുണ്ട്, കുറെ പേരൊക്കെ ഫിലിപ്പൈൻസിലൊക്കെ പോയി, ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കുടുംബക്കാരെന്ന് പറയുന്ന സാപ്പിയൻസ് ഇറങ്ങിയത്. അത് ഇറങ്ങിയിട്ട് നമുക്ക് അറിയാവുന്ന കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു 60,000-നും 70,000 വർഷം മുമ്പാണ് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് അവര് ഈ തീരപ്രദേശത്തൂടാണ് കൂടുതൽ പേരും നടന്നിട്ടുള്ളത്. അപ്പൊ കണ്ടിട്ട് കടലിൽ നിന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് തിന്നാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് നമ്മൾ ഈ സൗദി അറേബ്യ എന്നൊക്കെ പറയുന്നില്ലേ, അതിലൂടെയൊക്കെയാണ് നടന്നു വന്ന് നമ്മൾ ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അന്ന് ഇതൊന്നും ഇല്ല കേട്ടോ, വെറുതെ അവർക്ക് കൂടെ വരുവാണെന്ന് വിചാരിച്ചില്ലായിരുന്നു. അതുവഴി ആ പാകിസ്ഥാൻ എന്നൊക്കെ ഇപ്പൊ നമ്മൾ വിളിക്കുന്ന സ്ഥലത്തൂടെ വന്ന് ഇപ്പൊ നമ്മള് സൗത്ത് ഇന്ത്യ എന്ന് വിളിക്കുന്നത് താഴോട് ഈ തീരപ്രദേശത്ത് താഴോട്ട് വന്ന് ഗുജറാത്തിന്റെ അരിയിൽ കൂടി ഇങ്ങനെ താഴെ വന്ന് മധുരക്കൂടെ ഒക്കെ വന്ന് ഇതിലൂടെ പോയി ബംഗ്ലാദേശ് വഴി. ഇപ്പൊ ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്നതാണ്. അവിടെ ഒന്നും ബംഗ്ലാദേശ് എന്ന് ഉണ്ടെന്ന് ഇടയ്ക്ക് വെച്ച് ആലോചിച്ചുകളായിരുന്നു. ഇവര് ഈ വരുന്ന സമയത്തൊന്നും ഇല്ല. അപ്പൊ ഒരു 60,000-70,000 വർഷം മുമ്പ് യാത്ര ചെയ്ത് ഇങ്ങനെ വന്ന് അതുവഴി ഇങ്ങനെ നടന്ന് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ബർമ എന്ന് വിളിക്കുന്നിടത്തൂടെ, തായ്ലൻഡ് എന്ന് വിളിക്കുന്നിടത്തൂടെ താഴോട്ട് നടന്ന് അന്ന് കടല് താന്ന് നിൽക്കുന്ന കാലമാണ്. ഐസേജ് എന്ന് പറഞ്ഞ ഒരു കാലമാണ്. ഇതൊക്കെ പറയാതെ ഇതൊക്കെ നീ ഭരണഘടനാ ശില്പിയുടെ അടുത്ത് വരാനിരിക്കത്തില്ല. ഈ പല ഭയങ്കരമായിട്ട് ഐസ് വീണ് ഭൂമി മുഴുവനും തെക്കും വടക്കും ഐസ് അങ്ങ് കൂടിയിട്ട് ഈ കടലിലെ വെള്ളം മുഴുവൻ ഐസായി. അപ്പൊ കടൽ ഇങ്ങനെ താന്നു. അങ്ങനെ താന്ന് നിന്ന സമയത്താണ് നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അങ്ങ് നടക്കാൻ പറ്റും. ആഫ്രിക്കയിൽ നിന്ന് തന്നെ ഇങ്ങപ്പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വെള്ളം താന്ന് നിന്നാലേ പറ്റൂ. പക്ഷെ നമ്മൾ ഏതാണ്ട് ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ ഇന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ പോയാൽ ആയിരക്കണക്കിന് ദ്വീപുകളാണ്. അന്ന് അത്രയും ദ്വീപില്ല, അതെല്ലാം കരയായിരുന്നു. ഇവിടുന്ന് ശ്രീലങ്കയിലോട്ട് നടന്നു പോകാനും, അല്ലാതെ ഈ രാമൻ കെട്ടിയ പാലമൊന്നും അല്ലത്. വെള്ളത്തിൽ ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നു ഈ ശ്രീലങ്ക. വെള്ളം ഈ കഴിഞ്ഞ ഐസേജ് എന്ന് പറഞ്ഞ 12,000 വർഷം മുമ്പാണ് തീരുന്നത്. ആ തീരുന്ന സമയം തൊട്ട് വെള്ളം ഉരുകി, ഈ ഐസ് ഉരുകി വെള്ളം പൊങ്ങി തുടങ്ങി. 400 അടിയാണ് പൊങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ തീരപ്രദേശത്തൊക്കെ പെരയും വെച്ച് താമസിച്ച് താടിക്കും കൈയിരുന്ന പാർട്ടികളെ കാല് വെള്ളത്തിലിട്ടോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നതിന്റെ അല്ല, വെള്ളത്തിലായിപ്പോയി. അപ്പൊ നമ്മുടെ ഈ തീരപ്രദേശത്ത് പോയിട്ട് കടലിൽ പോയി തപ്പി നോക്കിയാലുണ്ടല്ലോ, താടിക്ക് കൈ കൊടുക്കുന്നതിനെല്ലാം അവിടെ ഇങ്ങനെ ഇരിക്കും. ഇറച്ചിയില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വലിയ കെട്ടിടവും ഒക്കെ ആയിട്ടാണ് അതൊക്കെ ഇങ്ങനെ അവിടെ കിടക്കും. അപ്പൊ പോയി തപ്പി നോക്കിയാൽ ഇപ്പൊ അതൊക്കെ പടമൊക്കെ എടുത്തോണ്ട് വരും. അപ്പൊ ഇതൊക്കെ അപ്പൊ ആയിരക്കണക്കിന് വർഷം കൊണ്ട് സംഭവിച്ചതാണെന്ന് അറിയണം. അപ്പൊ നമ്മൾ ഈ നടന്നു പോയ സമയത്ത് ഈ പറയുന്ന വശത്തൂടെ നടന്ന് നമുക്ക് ഇന്ന് നമുക്ക് തായ്ലൻഡിൽ പോകണമെങ്കിൽ വളരെ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിനിൽ പോകണം. അന്ന് ഈ 60,000 വർഷം മുമ്പ് നടക്കാൻ പോയ പാർട്ടികൾ അവിടെ ചെല്ലുമ്പം അതെല്ലാം കരയാ. നടന്ന് നമ്മളിന്ന് മലേഷ്യ, സിംഗപ്പൂർ എന്നൊക്കെ പറയുന്ന സ്ഥലമില്ല, അവിടെ ഒക്കെ കടന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പാപ്പാ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേന് കാണുന്ന ദൂരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ഹൊറൈസൺ നമ്മൾ പറയുന്ന ചക്രവാളത്തിൽ ഒരു ഭൂവിഭാഗം ഉണ്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ അവിടെ കടലുണ്ട്. പക്ഷെ അവിടെ വരെ എത്തിയപ്പോഴത്തേന് ചങ്ങാടൊക്കെ കെട്ടാൻ പഠിച്ചായിരുന്നു. അതുകൊണ്ട് ചങ്ങാടം കെട്ടിയാണ് നമ്മൾ ആസ്ട്രേലിയയിലെ ഗുഹയിലൊക്കെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ 45,000 വർഷമായി. അത്രയും ഒക്കെ വരച്ചൊക്കെ വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഈ 60,000 വർഷം മുമ്പ് അവിടെ ഒരു 15,000 വർഷം അല്ലെങ്കിൽ 5,000 വർഷം കൊണ്ടൊക്കെ തന്നെ ആളുകൾ നടന്നവിടെ അത്രയും വർഷം കൊണ്ടാണ് അവിടെ എത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, പ്ലെയിൻ പിടിച്ചു പോയി, വള്ളം പിടിച്ചു പോയി എന്നൊന്നും ആലോചിച്ചായിരുന്നു. അങ്ങനെ അവിടെ എത്തിച്ചേർന്നതിന് തെളിവുണ്ട്. 45,000 വർഷം മുമ്പ് മനുഷ്യര് ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്നതിന്റെ തെളിവ്. അപ്പോഴാണ് ഈ നടപ്പ്. അത് കഴിഞ്ഞിട്ട് ഈ അനാട്ടമിയൊക്കെ എടുത്ത് നോക്കിയപ്പോ, നമ്മളിപ്പോ ഈ ജനറ്റിക്സ് ഒക്കെ വന്നില്ലേ, അപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴേ ആഫ്രിക്കയിലുള്ള ആൾക്കാരുടെ കൂട്ട് തന്നെ ഉള്ള ആൾക്കാരെ
നമുക്ക് ഈ ഓസ്ട്രേലിയയിൽ കാണാൻ പറ്റും. മാത്രമല്ല അവരുടെ രണ്ടുപേരുടെയും ജനിതകം പോലത്തെ വളരെ അടുപ്പമുള്ള ജനിതകമുള്ള ഒരു മധുരയിലുണ്ട്. അപ്പൊ ഇതുവഴി തന്നെയാ പോയത് നമുക്ക് കണ്ടുപിടിച്ചത്. ഇതൊക്കെ നമുക്ക് തെളിവായിട്ടുണ്ട്. അപ്പൊ ഇതും നമ്മൾ ഇതുപോലെ അറിയണം. അപ്പൊ ഈ പോയ പോക്കിന് ഇവിടെ കുറെ പേര്, അപ്പൊ ഈ പോകുമ്പോ എല്ലാവരും കൂടെ വണ്ടി കയറി പോവല്ലെന്ന് നോക്കണം. കുറച്ചു പേരായി പോകുന്നത്, ബാക്കിയുള്ളവര് ഭക്ഷണം കിട്ടുന്നിടത്ത് തങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ പരന്ന് പരന്ന് ഈ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഈ ഭൂഭാഗത്തില് ഒരു 60,000 വർഷത്തിന് മുമ്പുള്ള എല്ലുമുട്ടമൊക്കെ ഉണ്ട് നമ്മുടെ. അതൊക്കെ എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ, അത് ഈ കണക്കൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറച്ച് ഇതുപോലെ പറയണം. ഞാൻ ഈ ഭരണഘടനാ ശില്പിയുടെ എത്തും, പേടിക്കണം. പക്ഷെ ഇതൊക്കെ അറിയാതെ നമ്മൾ ഈ ഭരണഘടനാ ശില്പിയൊക്കെ എടുത്താലുണ്ടല്ലോ ഇവിടെ വടി തീരത്തില്ല. അപ്പം പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്? നമ്മുടെ ഈ ഇന്തോനേഷ്യയില് ഇഷ്ടംപോലെ അഗ്നിപർവ്വതം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം. പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ക്രാക്കത്തൂവ പഠിപ്പിച്ചിട്ടില്ലേ? ഇതുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ്. ക്രാക്കത്തൂവ എന്ന് പറഞ്ഞൊരു അഗ്നിപർവ്വതം പൊട്ടിയതിനെ പറ്റി ഭയങ്കര ശബ്ദത്തോടെ അങ്ങ് ന്യൂയോർക്ക് വരെ ശബ്ദം കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത്രയും വലിയ പൊട്ടല. പക്ഷെ അതിന്റെ 100 മടങ്ങ് കഴിവുള്ള പൊട്ടൽ പൊട്ടിയത്തിനുണ്ടായിരുന്നു. അത് 72,000 വർഷം മുമ്പ് പൊട്ടി. എന്നിട്ട് അതിന്റെ ചാരം ഇങ്ങനെ വീണ് കടലിൽ കൂടെ വീണിട്ട് നമ്മുടെ ആന്ധ്രാപ്രദേശത്തിലെ ഒരു സ്ഥലത്ത് ഈ ചാരം കിടപ്പെടും. അതിന്റെ മേളിൽ മണ്ണൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ തുറന്നിട്ട് ആൾക്കാർ ഇതിനകത്ത് കൊട്ട കയറ്റി കൊടുക്കും, ചാരം കൊണ്ടുപോയി എല്ലാവർക്കും ഉപയോഗിക്കാന്, വള്ളത്തിന് പോയി. അപ്പൊ ഈ സാധനത്തിന്റെ താഴ്വശത്ത് ഈ ചാരം കെട്ടതിന് താഴോട്ട് നോക്കി അവിടെ നിന്ന് ഒരു എല്ലുമുട്ട് പോയി. അതിന്റെ മുമ്പ് മനുഷ്യർ അവിടെ ഇല്ലായിരുന്നു എന്ന്. പക്ഷെ അതിന്റെ മുകളിലത്തെ നമ്മൾ കുഴിച്ച് താഴോട്ട് ചെല്ലുമ്പോ ഈ ചാരം കെട്ടതിന് മുകൾ വശത്തൊക്കെ എല്ലുകളൊക്കെ. അങ്ങനെയാണ് ഈ സമയം വരെ ആയപ്പോൾ മനുഷ്യരവിടെ എത്തി എന്നുള്ളതിന്റെ തെളിവൊക്കെ ആയി. അപ്പൊ ഇങ്ങനെ പോയ കുറച്ച് മനുഷ്യരിവിടെ ഉണ്ട്. ഈ പോയ പോക്കിൽ ഇവിടൊക്കെ കിടക്കുന്നതും പരന്ന് കിടക്കുന്നവരുമായ എല്ലാവരും ഉണ്ട്. ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് ഈ അവിടെ പോയവരെ പോലെ തന്നെയാണ് ഈ മേപ്പോട്ട് വടക്കോട്ട് പോയവര്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർത്ത് അമേരിക്ക വഴി സൗത്ത് അമേരിക്ക വരെ പോയവരും ഉണ്ട്. പക്ഷെ ഈ വള്ളത്തിൽ കയറി വരാൻ തുടങ്ങിയതോടെ ഈ വരവുകൾ മാത്രമല്ലാതെ നമ്മൾക്ക് വള്ളം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 10,000 വർഷം മുമ്പ് കൃഷിയൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് മറ്റ് ജീവികളെ ഇണക്കുക എന്ന് പറയുന്ന പണി ചെയ്യുക. അതുവരെ നമ്മൾ അങ്ങനെ ഒരു പണിയില്ല. കൃഷി എന്ന് പറയുന്നതിനോടൊപ്പം ഉള്ളതാണ് കോഴിക്കൃഷി, കുതിര കൃഷി, മുതിരയല്ല കുതിര കൃഷിയൊക്കെ നമ്മൾ ആരംഭിച്ചു. അങ്ങനെയാണ് മൃഗങ്ങളെയെല്ലാം നമ്മൾ ഇണക്കി ജീവിക്കുന്നവരും കൂടെ ആയപ്പോഴാണ് കൃഷി എന്ന് നമ്മൾ പറഞ്ഞാൽ പലതരത്തിലാണ്. ഒട്ടകം, പശു, ആട്, പന്നി, കുതിര, ഇതിനെല്ലാം ഇണക്കി ചിലതിനെ മെരുക്കി ഒക്കെയാണ് നമ്മൾ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ കൃഷി എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ശക്തിയും കൂടെ ഉപയോഗിച്ചാണ് ഇപ്പോഴും നമ്മൾ ശക്തിയെ പറ്റി പറഞ്ഞ കുതിരശക്തി എന്ന് പറയും. നമ്മുടെ കാറിന്റെ ശക്തി പോലും കുതിരശക്തി എന്ന് പറയും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മെഷറിംഗ് റോഡൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ വരവ്, അവർ ഈ നേരത്തെ കൃഷി ചെയ്യാൻ കുറച്ചുകൂടെ കൊള്ളാവുന്ന, അപ്പൊ ഒരിടത്ത് ഉണക്ക് ബാധിച്ചു പോയാലെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ ഉണക്ക് ബാധിക്കുവോ, അങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആലോചിച്ചാൽ എളുപ്പമല്ല. പക്ഷെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡെസർട്ടാണ് സഹാറ. സഹാറയിൽ പോയി നമ്മൾ നോക്കാമെങ്കിൽ അവിടുത്തെ ഗുഹകളൊക്കെ ഉണ്ട്. അവിടെ മലകളിനകത്ത് ഗുഹയുണ്ട്. അതിനകത്ത് നിറച്ച് ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെയും വെള്ളത്തിലെ മീനും സകല സാധനവും വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ മനുഷ്യർ താമസിച്ച് ഈ പടമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. ഇപ്പൊ നമുക്ക് ക്ലൈമറ്റിനെ പറ്റിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു 10,000 വർഷം മുമ്പാണ് ഈ സഹാറ ഉണ്ടായത്. അപ്പോഴാണ് പിന്നെയും അവിടുന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്ന പോലെ 2 വശത്തേക്കും മനുഷ്യർ മാറാൻ പാടുള്ളത്. ഇതുപോലാണ് നമ്മൾ ഭൂമധ്യ രേഖയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റൗണ്ടിൽ നിങ്ങളൊന്ന് നോക്കുക. അപ്പോഴാണ് നമുക്ക് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിലെ ഡെസർട്ട്, ആഫ്രിക്കയിലെ ഡെസർട്ട്, അറേബ്യയിലെ ഡെസർട്ട്, ഇന്ത്യയിലെ ഡെസർട്ട്, ചൈനയിലെ ഡെസർട്ടൊക്കെ ഈ ഒരു
ഭൂമധ്യരേഖയുടെ ഈ ഏരിയയിലാണ് ഈ ഡെസർട്ട് വൃത്തത്തിലുള്ളത്. ആ ഉണ്ടായ പ്രോസസ്സിനകത്താണ് നമ്മൾ ഇങ്ങനെ മാറി. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് പല സമയത്ത് മനുഷ്യർ ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ലോകം മുഴുവൻ. അല്ലാതെ ഒരു തവണ വന്ന് ആദ്യം 60,000 വർഷം മുമ്പ് വന്ന് അതിനുശേഷം എല്ലാവരും ഇവിടെ അവിടെ താമസിച്ചൊന്നൊന്നുമല്ല. എത്രയോ തവണ. അത് കഴിഞ്ഞിട്ടാണ് രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ രാജ്യം പിടിക്കാനായിട്ട് രാജാക്കന്മാർ ആൾക്കാരുമായിട്ട് വരുന്നവരും അതൊക്കെ ഒരു 10,000 ഈ കൃഷി തുടങ്ങിയതിന് ശേഷമുള്ളത്. ഇത് അതിനു മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ ആയിരക്കണക്കിന് വ്യത്യസ്തമായ ആൾക്കാർ വന്നാൽ എല്ലാവരും താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? എവിടെയാണോ വെള്ളമുള്ളത്, കുടിവെള്ളം ഉള്ളിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ താമസം. ഇപ്പൊ കൃഷി തുടങ്ങണോ വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ താമസിക്കുള്ളൂ. അതുകൊണ്ടാണ് നദീതട സംസ്കാരം എന്ന് നമ്മൾ കുട്ടിക്കാലത്ത് പഠിപ്പിക്കും. അപ്പൊ അത് ഇമ്മ നമ്മളിങ്ങനെ സിനിമ പരീക്ഷയ്ക്ക് മാർക്ക് എഴുതാൻ എഴുതി വയ്ക്കും എന്നുള്ള അല്ലാതെ ഒരിക്കലും ആലോചിക്കത്തില്ല. ഇത് എന്തിനാണ് ഈ നദീതട സംസ്കാരം ഉണ്ടാകേണ്ട ആവശ്യം, മല സംസ്കാരം എന്താ ഉണ്ടാകാത്തത് എന്നൊക്കെ നമുക്ക് തോക്കുന്നുണ്ട്. അപ്പോഴാണ് വെള്ളമുള്ളിടത്ത് മാത്രമേ നമ്മൾ നിത്യപ്രതിയുള്ളൂ എന്ന് അറിയുന്നതാണ്. കൃഷി പഠിച്ചവനെല്ലാം ഈ തീരപ്രദേശങ്ങളിൽ, കഴിഞ്ഞാൽ കടൽ തീരമല്ല, കായൽ തീരങ്ങളിലെ, തടാകത്തിന്റെ തീരങ്ങളിലെ, അല്ലെങ്കിൽ മാർഷ് നമ്മൾ കഴിക്കുന്ന ചതുപ്പ് നിലങ്ങളിലെ, അല്ലെങ്കിൽ നദികളുടെ തീരത്തേ കാണുള്ളൂ. അവിടെ മനുഷ്യര് കൂടുതൽ നമ്പർ കൂടുകയും കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് വരുന്നത് കുറഞ്ഞത്. അതുവരെ ഈ പട്ടണം തിരക്കി നടക്കുന്നവരുടെ തിക്കും തിരക്കും കാരണം ഈ സകല സ്ഥലത്തും എത്രയോ തരത്തിൽ പലതരത്തിലായവര് പലതരത്തിൽ. ഇപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി, ഏതാണ്ട് ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർ പിടിക്കും. ഒറ്റ ഒരുത്തന്നെ അടുത്തവനെ കണ്ടാലും ഒരുപോലെ ഇരിക്കാത്ത തരത്തിലാണ് ഈ ഇരിക്കുന്നത്. അതേസമയത്ത് നമ്മളൊരു ചില പ്രദേശത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപോലത്തെ ആളുകളായിട്ട് കാണാം. നമ്മളൊരു ചൈനക്കാരെ കണ്ടാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. പക്ഷെ ചൈന പോയി ഒരു ദിവസം താമസിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലിരിക്കുന്നവരെല്ലാം വേറെയാണ് നമുക്ക് കാണാം. ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയും സിക്കുകാരെല്ലാം ഒരുപോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള സമാനതയേ ഉള്ളൂ നമുക്ക്. നമ്മളെല്ലാം വ്യത്യസ്തരാണ്. അത്രയും വ്യത്യസ്തരായ മനുഷ്യര് കലർന്ന് നിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൃഷി ആരംഭിച്ചപ്പോഴാണ് കുറച്ച് ഞങ്ങൾ ഈ നാട്ടുകാരാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകുന്നത്. ഒരു 10,000 വർഷത്തിനകത്ത് സംഭവിച്ചതാണ്. അതിനുശേഷം വരുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥലത്ത് എന്റെ സീറ്റിൽ കയറിയിരിക്കാൻ പറ്റത്തില്ല, ഞാനിവിടെ തൂവാല ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന മനുഷ്യരൊക്കെ ഉണ്ടായത്. വടിയൊക്കെ കുത്തി ഇങ്ങനെ ഇടിച്ചു നിൽക്കും. ആരെവിടെ ഇതുവഴി പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന വിദ്വാന്മാരൊക്കെ ഉണ്ടാകുന്നപ്പോഴാണ്. അതിനുശേഷമുള്ള മിങ്കിളിങ്ങിനെ പറ്റിയാണ് നമ്മൾ ആകെ പറയുന്നത്. ഈ 10,000 വർഷത്തിനകത്ത് ഒരു 5,000 വർഷമൊക്കെ അവിടെ ഇരിക്കപ്രതി ഇല്ലാതെ വന്ന അലക്സാണ്ടറൊക്കെ ചന്തിക്ക് ചൊറിച്ചിൽ വരും. അവന് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറച്ച് പേരെ ഞാൻ നമുക്ക് അങ്ങോട്ട് പോടാ, അവന്മാരെ എല്ലാം അടിക്കാം. അങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ വരെ വന്ന് അടിച്ചവന്മാര് ഇങ്ങനെ വന്നേച്ച് തിരിച്ചു പോകുമ്പോ കുറച്ച് പേര് ഇറങ്ങി എനിക്ക് വയ്യ, ഞാനിവിടെ താമസിക്കാന്നത്, അവനും ഇവിടെ താമസം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും പിടിച്ചും ഈ കാണുന്ന മുഴുവൻ മനുഷ്യരും കലർന്ന മനുഷ്യരേ ഉള്ളൂ. പലതരത്തിൽ രൂപപ്പെട്ടവർ കലർന്നവരാണ് ഈ കാണുന്ന മുഴുവൻ. അത് കഴിഞ്ഞ് ഇനി നമ്മുടെയൊക്കെ ഈ ഇന്ത്യയുടെയൊക്കെ ഇവിടെ സ്ഥലത്തോട്ട് എത്തിയപ്പോഴത്തേനും ഇവിടെ ഭയങ്കര സ്വത്തൊക്കെ ഉണ്ടെന്ന നാട് മുഴുവൻ ലോകം മുഴുവൻ പരന്ന്. അപ്പം മുഗളന്മാർ ഭയങ്കര സ്വത്തുകാരാണെന്നൊക്കെ കണ്ടതോടെ ആ യൂറോപ്പിൽ ഇരുന്നവന്മാർക്ക് ഇരിക്കപ്രതി ഇല്ലാതെ അവിടുന്ന് വള്ളം കയറി വരും. അപ്പൊ യൂറോപ്പിൽ നിന്ന് വരവ് തുടങ്ങിയത് ഇന്നും തുടങ്ങിയല്ല. ഈജിപ്തിലെ ഈയിടയ്ക്കൊരു മമ്മി അവിടെ ഉണക്കി വെച്ചിരിക്കുന്നില്ലേ, ചത്തുപോകാതെ അടുത്ത ജന്മത്തിൽ ജീവിക്കാൻ വേണ്ടി ഇവന്മാരെയൊക്കെ അവിടെ ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ഒരുത്തന്റെ മൂക്ക് തുറന്നു പോകുമ്പോ കാണാൻ കുരുമുളക് വീഴും. അപ്പോഴാണ് അത് കുരുമുളക് അന്ന് ഞാൻ 10,000 വർഷം മുമ്പ് ഇട്ട കുരുമുളക്. ഈ കുരുമുളക് അന്ന് നമ്മുടെ ഈ സ്ഥലത്തേ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല. ഇപ്പൊ നമുക്ക് വിയറ്റ്നാമിലും നമ്മുടെ ഈ എന്താണ് ഭൂമധ്യരേഖയോട് ബന്ധപ്പെട്ട പല സ്ഥലത്തും കുരുമുളക് കിട്ടും. പക്ഷെ അന്ന് നമുക്ക് ഇവിടെ ഉള്ളു. അന്നേ ഈ ഈജിപ്തുകാരന്മാർ ഇവിടെ വന്ന് ഈ കുരുമുളക് മേടിച്ച് അവന്റെ മൂക്കിലിട്ട് വെച്ച്. അതുകൊണ്ടാണ് നമുക്ക് 10 തെളിവുള്ളത്. അപ്പൊ അവരുടെ സമയത്ത് ഈ അന്നൊക്കെ വരുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. നടന്നു വരുന്ന സ്ഥലമല്ലത്. അപ്പം വള്ളത്തേലാണ് വന്നിട്ടുള്ളത്. വള്ളത്തെ വന്നാൽ ഇങ്ങോട്ട് കാറ്റ് വരും, അങ്ങോട്ട് കാറ്റ് വരുന്നതാണെങ്കിൽ പിന്നെ ഒരു 4 മാസം കഴിയണം. അപ്പോഴത്തേന് ഇവിടെ ഉള്ളവരുമായിട്ട് എല്ലാം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ പാടി കൂട്ടുകൂടി 2 പിള്ളേരെ ഉണ്ടാക്കിയിട്ട് അവനങ്ങ് പോകും. അതിന് അടുത്ത തവണ ഞാൻ സാധനമായിട്ട് വരാമെന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ പാർട്ടി ഇങ്ങനെ കാത്തിരിക്കും. കുറെ ദിവസം കാത്തിരിക്കുമ്പോൾ ആരും വരാത്തപ്പോ പിന്നെ എന്നാ നീ വാടാ എന്ന് പറഞ്ഞിട്ട് വേറെ എന്റെ കൂടെ പോകും. ഇങ്ങനെ ജീവിച്ചവരാ നമ്മൾ. അപ്പൊ ഈജിപ്തുകാർ വന്നേച്ചു പോയി, ഗ്രീക്കുകാർ വന്നേച്ചു പോയി, അത് കഴിഞ്ഞ റോമാക്കാർ വന്നേച്ചു പോയി, പിന്നെ ചൈനക്കാർ വന്നേച്ചു പോയി, അത് കഴിഞ്ഞിട്ട് അറേബ്യൻകാർ വന്നേച്ചു പോയി.
അത് കഴിഞ്ഞപ്പോഴാണ് ഈ യൂറോപ്യൻസ് ഇളകി ഇളകി ഇങ്ങോട്ട് വന്ന് പോർട്ടുഗീസുകാർ വന്ന്, ഡച്ചുകാർ വന്ന്, ഫ്രഞ്ചുകാർ വന്ന്, സ്പാനിഷുകാർ, അത് കഴിഞ്ഞിട്ട് അവസാനം ഇംഗ്ലീഷുകാർ, ഇത്രയും പേരും കൂടെ. അങ്ങനെ എന്റെ ചെവി പോർട്ടുഗലിൽ നിന്ന് വന്നെങ്കിൽ മൂക്ക് എവിടുന്നാ, റോമിൽ നിന്ന് വന്നതാ. ഇങ്ങനെയാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മലയാളിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എത്ര എണ്ണമാണ് ഒന്നിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? ജനറ്റിക്സ് എങ്ങാനും പരിശോധിച്ച് നോക്കിയാൽ പിന്നെ വീട്ടിലെങ്ങും കയറാനും കേട്ടാനും ഒക്കാത്തതാണ് ഈ മുഴുവനെണ്ണം. മലയാളികൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട തമിഴ്നാട്ടിലെ ആളുകളെ കണ്ടിട്ടുണ്ടോ? അവരന്ന് ഈ ഭൂമധ്യരേഖയിൽ നിന്ന് വന്നിട്ട് അവരവിടെ തന്നെ താമസിക്കുന്നവരാണ്. ആ പാർട്ടികളെ കാണുമ്പോഴാണ് അവിടുന്ന് ഈ മല കയറി ഇപ്പുറത്ത് വന്നവന്മാരാണ് ഈ ഇരിക്കുന്നത്. ഒരെണ്ണം കണ്ട മറ്റവനെ പോലെ ഇരിക്കുകയല്ല. ഇത് മുഴുവൻ ഈ ലോകത്തുള്ളവന്മാർ മുഴുവൻ ഉണ്ടാക്കിയതാണെന്നെങ്കിലും അറിയണം. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഞങ്ങൾ പ്യുവർ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്വാന്മാരൊക്കെ ഇരിക്കും. അവൻ്റെയൊക്കെ മൂക്കെങ്ങാണോ ഒന്ന് ചെത്തി നോക്കണം. ഇതുപോലുള്ള ധാരാളം വ്യത്യാസങ്ങളോടുള്ള ഒരു വലിയ ഭൂവിഭാഗമാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഭരണഘടനയ്ക്കകത്ത് ഈ വലിയ വ്യത്യാസമുള്ള ഇത്രയും പേര് കൊണ്ടിരിക്കുക. ഇപ്പൊ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ആ പ്രദേശത്തുള്ളവർ മുഴുവനും കൂടെ ഒരുത്തന്റെ മക്കള് ഒരുപോലെ. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് സാമ്യമുള്ളവരാണ് അവർ. ഇപ്പൊ നമ്മൾ സ്കാൻഡിനേവിയ എന്നൊക്കെ പറഞ്ഞ അവിടെ ചെന്നാല് നമ്മളെ പോലുള്ള ആരും അവിടെ ഇല്ല. ഒറ്റ ഇനം പാർട്ടികളേ ഉള്ളൂ. കാരണം വേറെ ആരും അവിടെ ചെന്നിട്ടില്ലായിരുന്നു. അതുപോലല്ല ഈ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വരാം. കാരണം മഴയും വെയിലും കുറവാണ്. വെയിൽ കുറവല്ല, മഴയും മഞ്ഞ് തണുപ്പ് കുറവുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാം ഉണ്ടാകും. സകല മൃഗങ്ങളും ഉണ്ട്, സകല ചെടികളും ഉണ്ട്. അതുകൊണ്ടാണ് ഭൂമധ്യരേഖയിൽ മനുഷ്യർ കൂടും. യൂറോപ്പിൽ ആള് കുറയുന്നതിന്റെ കാരണം ഇതാണ്. ഇതുപോലുള്ള വ്യത്യസ്തരായ ആളുകളെല്ലാം കൂടെ വന്നവരാണെന്നൊക്കെയുള്ള വിവരം ഈ അംബേദ്കർ. അപ്പൊ നമ്മൾ ഈ എഴുതി വെക്കുന്ന സമയത്ത് ഏതോ ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ള കഥ എഴുതാനൊന്നും പറ്റത്തില്ല എന്നറിയാവുന്നതാണ് വ്യത്യസ്തരായ ആൾക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഇത് വേണം എന്ന് പറയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ആ നേരത്തെ കുറെ ഡിഗ്രി എടുത്താൽ കണ്ടിട്ടുണ്ട്. ഇത് പലതും പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ പഠിച്ചപ്പോ എനിക്ക് ഡിഗ്രി ഇല്ലാതെ ഞാൻ പഠിച്ചതായതുകൊണ്ട് രക്ഷയില്ല. എനിക്ക് പറഞ്ഞു വയ്ക്കാനൊക്കെ എനിക്ക് വിവരമില്ലാതെ ഇത് എന്തിനാണ് ഇയാൾ ഈ കഥയെല്ലാം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഡിഗ്രി എടുത്ത് ഞാൻ പഠിച്ചില്ലെന്നേ ഉള്ളൂ. ഇവരൊക്കെ എഴുതിയ പുസ്തകത്തെ തന്നെ ഞാനും വായിച്ചത്. അപ്പൊ അതുകൊണ്ട് പറയുന്നതാ. അപ്പൊ നമ്മൾ ഈ ലോകത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പോയാൽ ഇതുപോലുള്ള കാര്യങ്ങൾ മടിക്കാതെ നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ വളരെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ മൾട്ടി റേഷ്യൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിനകത്ത് എല്ലാവരും തുല്യരാണ് എന്ന് ഒരാൾ എഴുതി പിടിപ്പിച്ചാൽ ഇങ്ങനെ നോക്കിയിട്ട് ഇവനാണ് എന്റെ കൂടെ കയറിയിരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ കഥയ്ക്കകത്ത് സവിശേഷമായ സപ്പോർട്ട് സിസ്റ്റങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന വോട്ട്, എല്ലാവർക്കും ഒരു വോട്ട് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ അതിന് ന്യായം വരണമെങ്കിൽ ഈ മേഖലകൾ മുഴുവൻ കൊടുക്കും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാട്ടിക്കിടക്കുന്നവൻ കാട്ടാളനാണെന്ന് പഠിച്ചായിരുന്നു നമ്മൾ പണ്ട് കവിത എഴുതുന്നത്. അരുത് കാട്ടാള എന്ന് പറഞ്ഞ് എഴുതിയ കവിതയൊക്കെയാണ് ഭയങ്കര കവിത എന്നൊക്കെ പറയും. നമ്മുടെ ആൾക്കാരാണെന്ന് അച്ഛന്റെ അപ്പൂപ്പനെയാണ് ഈ കാട്ടാള എന്ന് വിളിച്ചെന്നുള്ള കാര്യമൊന്നും ഈ വിദ്വാനെന്ന് പറഞ്ഞൂടാ. വാൽമീകിയുടെ കവിതയൊക്കെ വായിച്ച് നമ്മൾ വിചാരിക്കും സത്യമാണെന്ന് തോന്നും. അരുത് കാട്ടാള എന്ന് പറഞ്ഞാൽ എടാ അപ്പൂപ്പ എന്നാ വിളിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ. അല്ലാതെ ഇങ്ങനെ കാട്ടാളൻ, അവൻ കാട്ടാളൻ. ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കാര പ്രശ്നമാണ്. ഒരുത്തൻ കൃഷിക്കാരനും മറ്റവന് ഹണ്ടർ ഗ്യാദറുമാണ്. അപ്പൊ കാട്ടാളത്വമാണ്. ഇതൊരു തമാശയാണെന്ന് ആലോചിക്കണം. നമ്മുടെ ആൾക്കാരാണിതല്ല. പക്ഷെ വ്യത്യസ്തമായ സമയങ്ങളിലും വ്യത്യസ്തമായ കാലാവസ്ഥകളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും രൂപപ്പെട്ട മനുഷ്യർ ഒന്നിച്ചുകൂടി നിൽക്കുന്ന ഇടത്ത് ഒരു സമാനമായ സംവിധാനം, നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നത് എഴുതി വെച്ചാൽ ഏക്കത്തില്ലെന്ന് അറിയുന്നുണ്ട്. ഒന്നിച്ച് ഒരുപോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞുകൂടാത്ത ആദിവാസികളോട് ഉണ്ട്. അവരിതുവരെ അറിഞ്ഞിട്ടേ ഇല്ല ഈ ഇന്ത്യ ഉണ്ടായ കാര്യം. അവരുടെ ആരെങ്കിലും പറഞ്ഞ അവര് കാട്ടാളരാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നിരുന്നത്. ഇപ്പൊ അവന്മാര് താമസിക്കുന്നിടത്താണ് ഈ ധാതുക്കളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇപ്പം സകല അംബാനിയും അദാനിയും കൂടെ അവിടോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ഖനനം ചെയ്തെടുക്കാൻ. പണ്ടാന്ന് ഈ കാട്ടിക്കഴിഞ്ഞോ, നീ ഒന്ന് ഇവിടെ ഈ അന്നത്തെ പ്രഷ്യസ് ആയ സ്ഥലം ഏതാണ്? കൃഷി പറ്റുന്ന സ്ഥലം. അവിടെ എങ്ങും കയറരുത്, ഇവിടെ വന്നേക്കരുതെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ട് കാട്ടിൽ തന്നെ ഇരുത്തിയ പാർട്ടികളെയാണ് ഇപ്പം നമ്മള്
സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് താഴോട്ട് നോക്കിയപ്പോ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ മല ഉണ്ടാകുന്നതിന്റെ കീഴിലാണ് പ്രഷർ ഉള്ളത്, അവിടെയാണ് ധാതുക്കൾ ഉണ്ടായത്. ഇപ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. പണ്ട് കല്ലും മലയുമാണ് കൃഷിക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിടമാണ് ഇന്ന് ക്വാറി ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ മല വേണം, പാറ വേണം. പാറ ഉണ്ടാകുന്നത്, മലകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഭൗമ പാളികൾ തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്ത് മാത്രമേ മലകൾ ഉണ്ടാവൂ. അത്രയും മർദ്ദം ഉണ്ടാകുമ്പോഴാണ് കെമിസ്ട്രി മാറി വേറെ ധാതുക്കൾ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാ പഠിക്കേണ്ടത്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും കൂടെ കാട്ടിലോട്ട് കയറുന്നതെന്നും എന്തുകൊണ്ടാണ് അവിടെ തന്നെയാണ് നന്നാ ഇൽമനൈറ്റും ഇത് എന്താണ് അല്ല ബോക്സൈറ്റും സാധനമൊക്കെ ഇവിടുത്തെ നമ്മുടെ മുറ്റത്തൊക്കെ അങ്ങ് കുഴിച്ചാ പോരെ, കിട്ടത്തില്ല. അപ്പോഴാണ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മലയുടെ ചവിട്ടി പോയി തപ്പണം. ഇതൊക്കെയാണ് പ്രശ്നം. ഇത് പണ്ടറിഞ്ഞോണ്ടാ, പണ്ട് കൃഷിക്കാരായിരുന്നു നമ്മൾ. ഇപ്പൊ വ്യവസായം തുടങ്ങിയപ്പോഴാണ് ധാതുക്കളെ പറ്റിയുള്ള അറിവൊക്കെ വന്നത്. അപ്പോഴാണ് അവിടെയൊക്കെ കയറുന്നത്. അപ്പൊ ഇതുപോലുള്ള മനുഷ്യരും കൂടെ ചേർന്ന് നിൽക്കുന്ന വളരെ വ്യത്യസ്തരായ വലിയൊരു ഭൂവിഭാഗം മുഴുവനും കൂടെ ഒരു രാജ്യമാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 1950 ഒരൊറ്റ ഏറാണ് ഭരണഘടന എടുത്ത് ഒരൊറ്റ ഏറാണ് നമ്മുടെ തലയിലോട്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ അവൻ എന്റെ പെട്ടിക്കയറ്റാൻ കൊള്ളത്തില്ല, ഇവൻ ഇവിടുന്ന് വന്നതാണ്, ഇവൻ മറ്റവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മണ്ടയിലാണ് തുല്യരാണ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഏറാണ്. എല്ലാം ഇതിന്റെ കീഴിലായി. സകല ജാതിയും മതവുമായിട്ട് ഞങ്ങൾ അവന്റെ വീട്ടിൽ കയറത്തില്ലെന്നൊക്കെ പറഞ്ഞ് വാശിയോടിരുന്നവന്മാരുടെ തലയിലോട്ട് ഇതെടുത്ത് 1950 അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ഇന്ന് ഒരിക്കലും ചെയ്യരുതെന്ന് പറയും. ഇത് കുറച്ച് നാൾ പതുക്കെ പതുക്കെ പറയണം. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെ പറയും, ഇതൊന്നും പറയരുത്, ഇപ്പൊ ഞാനിരുന്ന് പറയുന്ന കാര്യം ഒന്നും പറയരുത്, വോട്ട് പോവും പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇതെങ്ങാണോ ഓർത്താൽ ഒരിക്കലും ഈ ഭരണഘടന എഴുതാനൊക്കത്തില്ല. ഞാൻ ഈ പറയുന്ന കാരണം ഇവന്മാരെല്ലാരും കൂടി ഇത് എന്തെടുക്കും, എന്താണ് അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, ഇവന്മാരെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവുകയാണെങ്കിൽ ഇത് പറയരുത്, ഭരണഘടന രക്ഷയില്ല, ഒരിക്കലും നടക്കത്തില്ല എന്ന കണ്ടെത്തുന്നു പറയുന്നുമുണ്ട്. അപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. വളരെ വ്യത്യസ്തരായ വളരെ പലതരത്തിലുള്ള മനുഷ്യരായിരിക്കുന്ന നമ്മളെ ഒരു ഏകകം എന്ന് പറഞ്ഞാൽ ഒരു ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ തുല്യരായി കണ്ടുകൊണ്ട് പെരുമാറുമ്പോൾ ഈ പറയുന്ന കാട്ടിക്കഴിയുന്നവനൊരു കൈ കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തണം. എന്തുകൊണ്ടാണ്? കാട്ടിലുള്ളവനോട് റോക്കറ്റ് ഉണ്ടായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവന് ഉത്തരം പറയാനാണ്. നമ്മൾ ആ ചോദ്യം അവരോട് ചോദിക്കത്തുള്ളൂ. കാരണം നമുക്കറിയാവുന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? MG റോഡ് എവിടെയാണ്? അത് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മളെല്ലാവരും വേണ്ടിയിട്ട് MG റോഡ് എവിടെയാണ്? കപ്പൽശാല എവിടെയാണ്? നമ്മൾ പറയും അത് നമ്മള് കൊച്ചിയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്, ബോംബെയിലുണ്ടെന്നൊക്കെ നമ്മൾ പറയും. ഈ എല്ലാ ചോദ്യം ചോദിച്ചാൽ ഈ ആദിവാസി താടിക്കും കൈ കൊടുത്ത് അവനിങ്ങനെ ഇരിക്കും. അവൻ കേട്ടിട്ടേ ഇല്ലാത്ത കുറെ കാര്യം ചോദിക്കുന്നേ. ബുദ്ധിയില്ല, ഇവനൊന്നും ബുദ്ധിയില്ല, തെളിയിക്കാൻ ഒരു പ്രശ്നമില്ല. അത് മീനിനോട് മരത്തെ കയറാൻ അറിയാവുന്ന ചോദിക്കുന്ന ചോദ്യമാണെന്നെങ്കിലും അറിയാം. കുരങ്ങനോട് നീന്താൻ ചോദിച്ചാലും പറ്റത്തില്ല. നമ്മൾ ഈ ചോദ്യങ്ങൾ ജനറൽ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നിനും ബുദ്ധിയില്ലെന്ന് കണ്ടുപിടിച്ചതാണ്. ഇതിനെയാണ് IQ എന്ന് പറയുന്നത്. നിങ്ങൾ പറയത്തില്ല അവരുടെ IQ പരിശോധിച്ച് നോക്കി, രക്ഷയില്ല. ഞാൻ IQ ഇടാ, തേന ഇവിടുന്ന് എടുക്കും, ആമ എങ്ങനെ കൊത്തും, ഈ ചോദ്യം ചോദിച്ചാൽ മതി, ഈ ഇരിക്കുന്നവന്റെ എല്ലാം അടപ്പൂരും. അപ്പൊ ആദിവാസികൾ ഉത്തരം പറയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈട്ടിത്തടിയും മറ്റേ തടിയും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇതൊരു ചെടിയുടെ ഇല എടുത്തിട്ട് മണത്തിട്ട് ഇത് ഏത് ചെടിയുടെ മണമാണ്? ഒറ്റ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എണ്ണവും 0 എന്ന് ഞാൻ പറയാവുന്ന ബുദ്ധി IQ ഉള്ള പാർട്ടികളാണെന്ന് ഞാൻ തെളിയിച്ചത്. ഈ ചോദ്യത്തിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇതുപോലുള്ള ഏകീകരണം നടക്കത്തില്ല എന്നറിയുന്നത് കൊണ്ടാണ് കൈ പിടിച്ച് കൂടെ നിർത്തി വെറുതെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ നമ്മുടെ അട്ടപ്പാടിയിൽ ഒരു കുഞ്ഞിനെ ജനിച്ച ഒരു കുഞ്ഞിനെ, അവിടെ ഇടുക്കിയിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിനെ, ഈ നാട്ടിലുള്ള എല്ലാ ഗ്രാമത്തിൽ നിന്നൊരു കുഞ്ഞിനെ, ഇതിനെല്ലാം എടുത്തിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി വളർത്തുകയാണെങ്കിൽ അവരെല്ലാവരും ഇംഗ്ലീഷ് പറയുന്നവരായി മാറും. ഒരു പ്രത്യേകതയും ഉണ്ടാകത്തില്ല. കാരണം അവരെവിടെയാണോ വളരുന്നതനുസരിച്ച് ഭാഷ പറയും, അവർ പറയുന്ന തരത്തിൽ ബുദ്ധിയുള്ളവരായി. ഇടയ്ക്ക് അല്ല ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മുടെ വീട്ടിലും ഓട്ടിസ്റ്റിക്കായ കുട്ടിയൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു കുട്ടി ഉണ്ടായി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ പെരുമാറും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ 5000 കൊല്ലം മുമ്പ് അല്ല 50,000 മുമ്പ് ഉള്ള ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് വളർത്തിയാലും നമ്മളെ പോലെ തന്നെ വരുവാ.
അതിനെയാണ് ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ ഈ വ്യത്യാസങ്ങളിൽ കഴിയുന്ന ആൾക്കാരെ ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യ പോലും ഉണ്ടായെന്ന് കേട്ടിട്ടില്ലാത്ത ആൾക്കാരോട് ഇന്ത്യയെ പറ്റി ചോദിച്ചിട്ട് പ്രസിഡന്റ് ആരാണെന്നൊക്കെ ചോദിച്ചാൽ ഐക്യൂവിൽ തോറ്റുപോകും. പക്ഷെ അവർക്ക് അറിയുന്ന വിഷയത്തിനകത്ത് അവർക്ക് അറിവുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് ഐക്യു ഒക്കെ വെക്കേണ്ടത്. അപ്പോഴാണ് കൈ കൊടുത്ത് പിടിച്ച് മേപ്പോട്ട് കൂടിയിരുത്തുന്ന നിലവാരത്തിൽ ഒടുക്കുന്ന സാധനത്തിനെയാണ് സംവരണം എന്ന് പറയുന്നത്. അങ്ങനെയാണത്. ഈ മേഖലകളെ കൂടെ അറിഞ്ഞാലേ നമ്മളെല്ലാവരും തുല്യരാകണമെങ്കിൽ ഒരു പ്രോസസ്സ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പലയിടത്തു നിന്നുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് പഠിപ്പിച്ചെടുത്താൽ അവരെല്ലാവരും ആ കഴിവുള്ളവരായി മാറുന്ന നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയുന്നത് ചെറിയ വേരിയേഷൻ, അതിന് വളരെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഒരേപോലുള്ള കാര്യങ്ങൾ ഒരു കുടുംബത്തിനകത്തോ ഒരു പ്രദേശത്തോ കേട്ട് വളരുന്ന അവർക്ക് ചെറിയ പേര്, അതിന് ചെറിയ അലലേ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ എന്താണ് ജനറ്റിക്സിന്റെ അതിന്റെ അറ്റത്ത്, വാലിന്റെ അറ്റത്തൊക്കെ ഉള്ള ചെറിയ സാധനങ്ങളുണ്ട്, അതിനുള്ള ചെറിയ മാറ്റങ്ങൾ. അത് ഓരോ ആളിനും വ്യത്യാസങ്ങളും കൂടെ ഉണ്ട്. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 തരത്തിൽ ഇരിക്കുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങൾ പോലെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ അല്ലാതെ മറ്റ് നമ്മൾ ഈ പറയുന്ന തരത്തിൽ വലിയ വ്യത്യാസങ്ങളുള്ളതല്ല മനുഷ്യകുലം. അപ്പൊ ഈ കാണുന്നത് മുഴുവനും ഈ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓരോ തരത്തിൽ എങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സാംസ്കാരിക വ്യത്യാസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾ സ്പെഷ്യലായി, ദൈവം ഞങ്ങളെ സ്പെഷ്യലായി ഉണ്ടാക്കി, ദൈവത്തിന്റെ കാലേന്ന് എല്ലാം മനുഷ്യന്റെ കൂട്ടാ ദൈവം വരെ ഇരിക്കുന്നു. പിന്നെ മനുഷ്യരുണ്ടാക്കിയത് അൽസേഷ്യൻ പട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഭയങ്കര ഒരു അൽസേഷ്യൻ പട്ടിയായിട്ടിരുന്നേനെ ദൈവം. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കാലേന്നുണ്ടായവനും തൊടയെന്നുണ്ടായവനും തോളയെന്നുണ്ടായവനും വായിന്നുണ്ടായവനും ഒക്കെയാണുള്ളത്. ഇതൊക്കെ ഈ വ്യത്യാസങ്ങളെ പറ്റി ഒരു വിവരമില്ലാത്ത കാലത്ത് മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ അതിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് അംബേദ്കർക്ക് ഈ വിഷയങ്ങൾക്ക് അറിയുന്ന കാരണം കൊണ്ടാണ് അങ്ങനത്തെ തടയും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇത് ഉണ്ടാക്കി. അല്ലാതെ